വികാരി എത്രയും ബഹുമാനപ്പെട്ട ജീവിതം സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ശമാശന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങളെ, വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോഴും വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോഴും വളരെ തെളിഞ്ഞു കാണുന്ന ഒരു സത്യമുണ്ട്. അത് മറ്റൊന്നല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വളരെ വലിയ സത്യം. മോശയുടെ നാമപുസ്തകത്തിൽ സൃഷ്ടിയെ കുറിച്ച് വിവരിച്ചതിന് ശേഷം നമുക്ക് കാണുവാൻ സാധിക്കും, ആദാമിനും ഹവ്വായ്ക്കും ജീവിക്കാനായിട്ട് മനോഹരമായ തോട്ടം നൽകി, ഭക്ഷിപ്പാനായിട്ട് വിവിധതരമുള്ള ഫലങ്ങൾ നൽകി, താമസിക്കാനുള്ള പാർപ്പിടമായ വിശാലമായ തോട്ടം. സാമൂഹ്യ പാഠത്തിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ജീവിത ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്. എന്നാൽ മറ്റൊരു കൂടി എന്ന തോട്ടത്തിലുണ്ടായിരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. അപ്പോൾ സാമൂഹ്യ പാഠത്തിൽ നാം പഠിക്കുന്ന ജീവിതത്തിന്റെ ആവശ്യഘടകങ്ങൾ ഉപരിയായിട്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ആവശ്യഘടകമായ ദൈവത്തിന്റെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവിക സാന്നിധ്യമുള്ള സൃഷ്ടിയാണ് നല്ലത് എന്ന് കണ്ടത്. എന്തുകൊണ്ടാണ് സൃഷ്ടിയെ നല്ലതായി കാണുന്നത്? കാരണം അത് ദൈവത്തിന്റെ തൃക്കരങ്ങളാൽ മെനഞ്ഞുണ്ടാക്കിയതാണ്. അപ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും, അല്ലെങ്കിൽ ഭൂമിയെ, ഇതിനുള്ള സകലത്തെയും സൃഷ്ടിച്ചത് ദൈവിക സാന്നിധ്യമുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആവശ്യമുള്ള സൃഷ്ടികളായിട്ടായിരുന്നു, നല്ലതായിട്ടായിരുന്നു. ദൈവം അവരോട് കൂടെയാണെന്ന് അവർക്കറിയാമെങ്കിൽ പോലും സാത്താൻ അവരെ പരീക്ഷിക്കാൻ വന്നപ്പോൾ ദൈവത്തെ സൃഷ്ടാവിനെ വിട്ട് ഓടിപ്പോകുന്നു, പാപം ചെയ്യുന്നു. അതിലൂടെ അവർ ദൈവം നൽകിയ സൗഭാഗ്യത്തിൽ നിന്ന്, ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് അവർ അന്യമായി പോകുന്നു. പിന്നീട് നാം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, ഇവിടെ ദൈവിക സാന്നിധ്യമുണ്ട്, എന്നാൽ അവർക്ക് വേണ്ട. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും, മിസ്രയീം അടിമത്തത്തിലേക്ക് ഇസ്രായേൽ മക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ദൈവം തന്റെ മക്കളെ കൈവിടാതെ മോശ എന്ന പ്രവാചകനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അവിടെ മോശ പറയുന്നുണ്ട്, ഞാനിതെങ്ങനെ ചെയ്യും? ശക്തനായ ഫറവോന്റെ അടുക്കൽ പോയി എങ്ങനെ ഞാൻ ഈ മക്കളെ വിടുവിച്ചു കൊണ്ടുവരും? അവിടെ ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. ആദാമിനും ഹവ്വയ്ക്കും കൂടി ഉണ്ടായിരുന്ന അതേ വാഗ്ദത്തം പുറപ്പാടിന്റെ 3:12, പുറപ്പാട് പുസ്തകം 3:12, ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്നോട് കൂടെയിരിക്കും. അവിടെ ദൈവം അസന്നിഗ്ധമായി പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. പ്രയാസങ്ങൾ, ദുരിതങ്ങളിലേക്കാണ് നീ പോകുന്നത്, പക്ഷേ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമുക്കറിയാൻ എന്ത് സംഭവിച്ചു? ശക്തനായ ഫറവോ ഈ വിക്കനായ മോശയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു. തിരിച്ച് പിടിക്കുവാനായിട്ട് ഏറെ ദൂരം ചെല്ലുന്നു, പക്ഷേ ചെങ്കടലിൽ ദൈവം താഴ്ത്തുന്നു. യാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവരോട് കൂടിയിരിക്കുന്നു. ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ മനുഷ്യർ വീണ്ടും വീണ്ടും തെറ്റിയിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വീണ്ടും ഓടി ഒളിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്വപുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തീരുമാനിക്കുന്നു. അതിനും തിരഞ്ഞെടുത്തൊരു പാവപ്പെട്ട കന്യകയെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിന് വളരെ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് ദൈവം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം അതിൽ വിശുദ്ധ കന്യക പറയാമെന്ന് ചോദിക്കുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ വന്ന് ആ സദ്വാർത്ത അറിയിച്ചപ്പോൾ കന്യക പറയാം, ഭയചകിതയായിട്ടാണ് ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? യഹൂദനായ പ്രമാണം അനുസരിച്ച് കന്യക ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം. അങ്ങനെയെങ്കിൽ ഗബ്രിയേൽ മാലാഖ പറഞ്ഞ സദ്വാർത്ത മരണവാർത്തയായിരുന്നു. ഗബ്രിയേൽ മാലാഖ എന്താ പറയുന്നത്? നീ ഗർഭം ധരിച്ചു പുത്രനെ പ്രസവിക്കും, അവൻ യേശുവിന്റെ പേര് വിളിക്കണം,
ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. എന്നാൽ ഈ ചോദ്യം കേട്ട് ഗബ്രിയേൽമാരൊക്കെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ മേലും അത്യുന്നത ശക്തി നിന്നിൽ ആവസിക്കും. ഇത് മറ്റൊന്നല്ല, ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവം വളരെ വലിയ ദൗത്യത്തിലേക്കാണ് നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ്, ബട്ട് ഗോഡ് ഈസ് വിത്ത് യു. ദൈവം നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ചില ഈടുകൾ മാത്രം. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ച ഇതുപോലെ ദൈവം കൂടെ നടന്ന വഴി നടന്ന അനേകം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ളത് ഒരിക്കലും മാറ്റാനില്ലാത്ത ഒരു വാഗ്ദത്തമാണ്. നാം മാറിപ്പോയാലും ദൈവത്തിന്റെ വാക്ക് മാറിപ്പോവുകയില്ല. ചില സമയത്തെല്ലാം ശ്രേഷ്ഠ ബാബാത്യമേനി ഇങ്ങനെ പറയാറുണ്ട്, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ബുദ്ധി വീടുള്ളവരൊന്നും വന്ന് ചെയ്യണം. എനിക്ക് ആ കേക്ക് മുറിക്കുമ്പോൾ ബാബ ചോദിക്കും, മാസം അത് പറയാൻ സാധിക്കും. ഇതുപോലെ സങ്കീർത്തനം 53 അതിൽ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുള്ളവർ കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ആരുമില്ല. ഈ ലോകത്ത് നാം ബുദ്ധിപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളെന്ന് വിചാരിക്കുന്നത്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ബുദ്ധിയുണ്ട് എന്ന് നാം വിചാരിക്കാറുണ്ട്. നല്ല സമ്പത്തുണ്ടെങ്കിൽ ആ ബുദ്ധിമാനെന്ന് പറയാറുണ്ട്. സമൃദ്ധി ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിയുണ്ട്, അതനുസരിച്ച് കൂട്ടിവെച്ചു നാം പറയാറുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ബുദ്ധിമാൻ ഇതൊന്നുമല്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാൻ. ആദാമിനും ഹവ്വയ്ക്കും അത് സാധിച്ചില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിക്ക് പകരം ദൈവത്തെ പോലെ ആക്കുവാനായിട്ടാണ് അവർ ശ്രമിച്ചത്. അവരെ ദൈവം പുറത്താക്കി. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം നോക്കുമ്പോൾ നമ്മളെ കാണാൻ സാധിക്കുക. ഒരിക്കൽ മാർത്തോമാ സഭയിലെ വലിയ മെത്രാപ്പൊലീത്ത ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ ബൈബിൾ വായിക്കരുത്, പക്ഷെ മനോരമ വായിക്കണം. എല്ലാവരും ചോദിച്ചു, മെത്രാച്ചൻ എനിക്ക് പറയുന്നത് ബൈബിൾ വായിക്കരുത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബൈബിൾ പഠിക്കണം. ഞാനൊരു പടി കൂടി കടന്നു പറയുന്നു, ബൈബിൾ വായിച്ചാൽ മാത്രം പോരാ, പഠിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഞങ്ങളെപ്പോലുള്ള ജീവശാസ്ത്രം പഠിച്ചു പോയിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഒരു പിതാവ് പ്രകാരം പറയുന്നത്, എന്ന പിതാവ് പ്രകാരം പറയുന്നു, നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവശാസ്ത്രജ്ഞനാണ്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സുറിയാനി സഭയുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. നാം ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് ഈ ദേവാലയത്തിന് പുറത്ത് നമ്മൾ പ്രാവർത്തിയോഗ്യമാക്കണം. ലിറ്ററേച്ചി, ആഫ്റ്റർ ലിറ്ററേച്ചി, ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന. അതുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവശാസ്ത്രജ്ഞനാണെന്ന് പറയുന്നത്. ഒരിക്കൽ ബാബാത്തിന്മേൽ ഒത്തിരി കോഡ് ഭാഷ ഉപയോഗിക്കും. ഈ കോഡ് ഭാഷ ലഭിച്ചമാശ അറിയാനിക്കറിയാം. ഒരിക്കൽ വൈകുന്നേരം ചായ കുടിച്ചിരുന്നപ്പോൾ ശ്രേഷ്ഠ ബാബ പറഞ്ഞന്ന് 2-3 മെത്രാശന്മാരുണ്ടായിരുന്നു. ബാബുരി മെത്രാശന്റെ സെക്രട്ടറി ശമാശം വിളിച്ചു പറഞ്ഞു, പോയി കുറച്ച് പശ കൊണ്ടുവരാൻ പറഞ്ഞു. ശമാശം വയ്ക്കുമ്പോൾ തൊട്ടടുത്ത് ബാബയുടെ സെക്രട്ടറിമാരാരുമില്ല. ഓടി താഴെ ചെന്ന് ബാബ പറഞ്ഞു വിട്ടതുപോലെ ചോദിച്ചെങ്കിൽ ഒരു പക്ഷേ നടക്കുമായിരുന്നു. പക്ഷെ ഈ ശമാശം താഴെ പോയി ചോദിച്ചു, ഫെവിക്കോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോ അവർ ചോദിച്ചത് ബാബയ്ക്ക് ഫെവിക്കോൾ. ശമാശന്മാർ കുറെ അവിടെ എവിടെയൊക്കെ തപ്പി, പക്ഷെ ഫെവിക്കോളില്ല. പക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്ന മനു ശമാശൻ, ഇപ്പോൾ മനു പുലിക്കാടിശ്ശേരിയാണ്, അദ്ദേഹം ബാബയുടെ അടുത്ത് ചോദിച്ചു, ബാബ എന്തിനാ ഫെവിക്കോൾ ചോദിച്ചത്? അപ്പൊ ബാബ പറഞ്ഞു, മോനെ ഫെവിക്കോളല്ല, പശയെ ചോദിച്ചത്. അപ്പോഴാണ് ശമാശൻ മനസ്സിലായത്. കാരണം പശ എന്ന് ബാബ ഉദ്ദേശിക്കുന്നത് ജാമ്യം പട്ടണമാണ്. ടൊമാറ്റോ സോസ്, അതൊക്കെയാണ് ബാബ പശ എന്ന് പറയുന്നത്. അതുപോലെ ബാബ വേറൊരു കാര്യം പറഞ്ഞു ശമാശന്റെ അടുത്ത്, മോനെ പോയി വെള്ളത്തിൽ തീയിടാൻ പറഞ്ഞു. വെള്ളത്തിൽ തീയിടാൻ പറഞ്ഞ ശമാശൻ എത്തിപ്പോയി. ഇങ്ങനെ വെള്ളത്തിൽ തീയിടുന്നത്
പിന്നെ മനസ്സിലായ ഹീറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞ വെള്ളത്തിൽ തീരാൻ. അപ്പൊ ബാമ പറയുന്ന ഈ കോഡ് ഭാഷയിൽ മനസ്സിലാക്കണമെങ്കിൽ ബാമയുടെ കൂടെ നടക്കുന്നവർക്കേ സാധിക്കുള്ളൂ. രവി ശമാശാണ് പോയി ഓടി ഹീറ്റ് ഓൺ ചെയ്തത്. പക്ഷെ അന്നോടെ ഉണ്ടായിരുന്ന ശമാശൻ പുതിയ ശമാശാൻ പുള്ളിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ദൈവത്തിന്റെ ഭാഷ. ദൈവം ഒന്ന് പറയുന്നു, നമ്മൾ വേറൊന്ന് ചെയ്യുന്നു. അതിൽ പലപ്പോഴും ദൈവത്തിന്റെ ഭാഷ ഏതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കണമെന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോഴാണ് അതിൽ അതുലീനമായിരിക്കുന്ന ഈ സത്യങ്ങളെ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പലപ്പോഴും നാം എങ്ങനെയാണ് വേദപുസ്തകം പഠിക്കുന്നത്? ഞാൻ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചവരുടെ ബാംഗ്ലൂരിലാണ് എന്റെ വൈദിക വിദ്യാഭ്യാസം നടത്തിയത്. അന്ന് ഞാൻ അവിടെ വൈദിക വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് MT മാസ്റ്റേഴ്സിന് അവിടെ ജെയിംസ് അച്ഛൻ പഠിച്ചിരുന്നു. ഇപ്പോഴത്തെ മാത്യൂസ് തിരുമേനി. അതുപോലെ എന്റെ സീനിയർ ആയിട്ടൊരു ജെറി ശമാശൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ അധ്യാപകനാണ്, ജെറി അച്ഛൻ. ഞങ്ങൾ 3 പേരും 2001 ഫെബ്രുവരി മാസത്തിലെ മഞ്ഞനിക്കര പെരുന്നാൾ സംബന്ധിക്കാനായിട്ട്, മഞ്ഞനിക്കര വാട പെരുന്നാൾ സംബന്ധിക്കാനായിട്ട് തൊട്ടടുത്തുള്ള കൃഷ്ണരാജ പള്ളിയിലേക്ക് പോയി. ആ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നത്, ഞങ്ങൾ പഠിക്കുന്ന സ്ഥാപനമായ UTസിലേക്ക് തിരിച്ചു വരുന്നത് ശിവാജി നഗർ കൂടിയാണ്. ആ ശിവാജി നഗർ കൂടി ചിന്നസ്വാമി സ്റ്റേഡിയം കൂടിയാണ് ഞങ്ങളുടെ പഠനസ്ഥലത്തേക്ക് പോകുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഈ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് വളരെ അറിയുന്ന സംഗതിയാണത്. അവിടുത്തെ പ്രസിദ്ധമായ സ്റ്റേഡിയമാണ്. ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുമ്പിൽ പ്രസിദ്ധമായ ഒരു പാർക്കുണ്ട്, കബൻ പാർക്ക് എന്നാണ് പറയുന്നത്. ഈ പാർക്കിൽ ഒരു പ്രത്യേകതയുണ്ട്. വളരെ യങ്ങായിട്ടുള്ള കാമുകന്മാർ വരുന്ന പാർക്കാണ്. പ്രത്യേകിച്ച് ഒരു +2 പഠിക്കുന്ന പിള്ളേർ. ഞങ്ങളൊരു ദിവസം ഫെബ്രുവരിയിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാമത്തെ ആഴ്ച പെരുന്നാൾ കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കർണാടകയിലാണെങ്കിൽ മാർച്ച് മാസം ആദ്യമാണ് ഈ ബോർഡ് എക്സാം, പ്രീ-ഡിഗ്രി എക്സാംസ്. അങ്ങനെ ഞങ്ങൾ ചിന്നസ്വാമി സ്റ്റേഡിയം വഴി പോകുമ്പോൾ ഈ പാർക്കിൽ ഇങ്ങനെ പിള്ളേരെ കണ്ടപ്പോൾ അപ്രേതിന് വേണ്ടി ജെയിംസ് അച്ഛൻ പറഞ്ഞു, ഈ പിള്ളേരെ കാണിക്കുന്നില്ല, പഠിക്കാനുള്ള സമയത്ത് ഇവിടെ വന്നിരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ കൂടി ചെറിയ ഒരു പാട്ട് പാടി. അത് നമ്മുടെ ആരാധനയുടെ ഒരു ഗീതമായിരുന്നു. ഉപമകളാൽ ശ്രീമോച്ചുന്നേവം ചാരുമുഖി. അങ്ങനെ പാടി പാടി ഇങ്ങനെ വരും. പാർക്കിലവൻ ദൈവസമൻ. പാർക്കിലുള്ളവരെല്ലാം ദൈവസമന്മാരാണെന്ന് അന്ന് ശമാശം പാടി. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നു. പാർക്കിലവൻ ദൈവസമൻ. യഥാർത്ഥമായിട്ടുള്ള ദൈവിക വചനങ്ങളെ അടർത്തിയെടുക്കാതെ നമുക്ക് ആവശ്യമുള്ളതെടുത്ത് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല. ഒരുപക്ഷെ ദൈവം നമുക്ക് നൽകിയ ഉപദേശങ്ങളെ മഹർഷി പറയുന്ന പോലെ ഒരുപക്ഷെ ആദാമും ഹവ്വായും ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് നിത്യത ലഭിക്കുമായിരുന്നു. എന്നാൽ അതിന് പകരം അവർ സാധാരണ പ്രേരണയാൽ സൃഷ്ടാവിനെ പോലെ ആകാൻ നോക്കി. പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എണ്ണിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് നമ്മുടെ പിതാക്കന്മാർ വിഭാനം വാങ്ങുന്നതോ കൃത്യമായ യേശുക്രിസ്തുവിനെ മാമോദീസ ആ ശ്രേഷ്ഠ പിതാവ് പരിശുദ്ധൻ, ദൈവത്തെ അന്വേഷിച്ച ബുദ്ധിമാൻ. ഈ മാസം ആരുടെ ഓർമ്മയെ ആചരിക്കുന്ന പരിശുദ്ധനായ പൗലോസ് തിരുമേനി, ഈ ദേശത്തിന്റെ അനുഗ്രഹമായ തിരുമേനി, ആ പിതാവ് നട്ടുവളർത്തിയ ദേവാലയത്തിൽ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് ലഭിച്ചൊരു വലിയ ശ്രേഷ്ഠതയെ ഞാൻ കാണുന്നു. ദൈവത്തെ അന്വേഷിച്ച ബുദ്ധിമാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു സംഭവമുണ്ട്. സഭാക്കേസ് വിപരീതമായി വന്നപ്പോൾ, ആലുവ തെക്കുന്ന സെമിനാറിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചത് തന്റെ സഹായിയായ മാധവിനോട് പറഞ്ഞു, മാധുച്ചേനടുത്ത് പറഞ്ഞു, ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു പ്രാർത്ഥനാ പുസ്തകം മാത്രം മതി, ഞാൻ ജയിലിലേക്ക് പോയിക്കൊള്ളാം. ആ സ്വത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ പിതാവ്, ആ പിതാവിന്റെ പിന്തുടർന്നവർക്കാരാണ് നിങ്ങൾ ഓരോ ദിവസം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായ പിതാക്കന്മാരെ മക്കളെന്ന് നാം അവകാശപ്പെടുമ്പോൾ ആ പിതാക്കന്മാരെ പോലെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധി നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരുടെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുള്ളവരെ കാണുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ മനുഷ്യപുത്രമായി നോക്കുമ്പോൾ നമുക്ക് ദൈവസാന്നിധ്യമുണ്ട്, നമ്മുടെ ദൈവസാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ ആരാധിച്ച്
ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു മകളാണെന്ന് പറയാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കൂടി വരുമ്പോഴും നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ എല്ലാ ആരാധനകളുമെല്ലാം അതിന് നമ്മളെ യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ വരുവാൻ നിങ്ങളോടൊപ്പം സന്ധ്യാപ്രാർത്ഥന സമർപ്പിക്കുവാൻ സാധിച്ചത് മഹോന്നതങ്ങളുടെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ അച്ഛന്മാരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ആ സന്ധ്യാപ്രാർത്ഥന വളരെ മനോഹരമായി തീർന്നു. പ്രത്യേകിച്ച് നല്ലൊരു കൊയർ എനിക്ക് തോന്നുന്നത് ആലുവായിലെ കോമ്പറ്റീഷനില് 7 സെക്കൻഡ് എനിക്കറിയില്ല. അത് 2-3 പേരെ ഞാൻ പരിചയപ്പെട്ടു. ഞാൻ വിചാരിച്ചു അവര് കൊച്ചു പിള്ളേരാന്ന് വിചാരിച്ചു. പക്ഷെ കൊച്ചു പിള്ളേരുള്ള കൊച്ചുങ്ങളായിരുന്നു അവര്. അപ്പോൾ ഞാനന്ന് അവരുടെ പറഞ്ഞാൽ ഒരുപക്ഷെ GPH മാറിക്കഴിഞ്ഞാൽ അടുത്ത വർഷം GPHന്റെ ടേം കഴിഞ്ഞാൽ ഞാൻ ഈ ചാപ്പലിലോട്ട് വികാരിയായിട്ട് വരുമെന്നൊക്കെ ഞാനന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ മെത്രാശനായിട്ട് വരാനൊക്കെ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദേവാലയത്തിൽ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും സാധിച്ചത് ദൈവത്തെ മഹത്വപ്പെടുന്നു. പ്രത്യേകിച്ചും വികാരിയായിരിക്കുന്ന GPHന്റെ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ GPHന്റെ സഹോദരിയും ഞാൻ സഹപാഠികളായിരുന്നു. അങ്ങനെയാണ് ഞാൻ GPHനെ പരിചയപ്പെടുന്നത്. എന്റെ ഒരു ശിഷ്യൻ കൂടിയാണ് GPH. അതിലുപരിയായിട്ട് ഒരു സഹോദരത്തുല്യെ സ്നേഹിക്കുന്ന GPHന്റെ ഇടയിൽ വരുവാൻ സാധിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മഹാപരിശുദ്ധനായ മോഹിഹാനുമാധാനയുടെയും പരിശുദ്ധനായ പൗലോസ് മാർത്താനാസിസ്വര്യത്തിനു വേണ്ടി മധ്യസ്ഥതയും ഭാവനും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധ പാത്രീ സ്വഭാവമായിട്ട് സ്നേഹിക വാഴുകളും ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.